ഇനിയിപ്പോ ഇങ്ങോട്ട് പോലീസാണോ അതോ ആ മാർഗം അവിടെ വരുന്നത് പറയാൻ പറ്റില്ല. കരുണയുടെ അച്ഛൻ ആ വാമൻ കൊലയാളിയാണെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ മോഹിനി അമ്മ വന്നിട്ട് കണ്ണനോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് ഒന്നും പറയാറായിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പൊ മോഹിനി അവിടെ വേറൊരു കാര്യം കണ്ണനോട് വെളിപ്പെടുത്തുകയാണ്. അതായത് പ്രതാപൻ പറഞ്ഞല്ലോ അച്ഛനെ കൊന്നതിന് പിന്നിൽ, അതായത് കണ്ണന്റെ അച്ഛനെ കൊന്നതിന് പിന്നിൽ വാമദേവനാണ് എന്നൊരു ദിവസം പ്രതാപൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് ഡോക്ടറും കേട്ടതാണ് എന്നൊക്കെ പറയുക. അപ്പൊ കണ്ണൻ വേഗം തന്നെ പ്രതാപനെ ചികിത്സിച്ച് ഡോക്ടറിന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മുടെ പ്രതാപനെ വിളിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ ക്ലിയർ ആയിട്ട്, അതായത് പ്രതാപൻ ആ സമയത്ത് ഇങ്ങനെ വിളിച്ചു കൂക്കി ഇങ്ങനെ നിന്നപ്പോൾ വാമദേവനാണ് കൊലയാളി, യഥാർത്ഥ കൊലയാളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കൂക്കി നിന്നപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രതാപൻ ആ സത്യമാണ് ഡോക്ടറെ എന്നിങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ കണ്ണന്റെ അടുത്ത് പറയുകയാണ്. അപ്പൊ കണ്ണനാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയുകയാണ്. വാമദേവനാണ് ഇതിന് പിന്നിൽ, വാമദേവന്റെ നാടകമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അറിയുകയാണേ. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ കണ്ണന്റെ പ്രതികാരം എന്നുള്ളത് അറിയണം. ഇപ്പുറത്താണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മിയും കുഞ്ഞും മിക്കവാറും അടുത്ത് തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ കുഞ്ഞും കണ്ണന്റെ കൈകളിൽ തന്നെ എത്തും അല്ലെ കൂട്ടുകാരെ. എന്തായാലും കാത്തിരിക്കട്ടെ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.